ഒരാൾ മരിച്ചാലേ ആ മരണാസന്ന സമയത്തവിടെ നിൽക്കുന്ന ബന്ധുക്കൾ ആകെ ബേജാറിലാവുമല്ലേ. അവർ വളരെ ടെൻഷനിലും ദുഃഖത്തിലും പ്രയാസത്തിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ പ്രാഥമികമായി ആ മയ്യത്തിന് ചെയ്തു കൊടുക്കേണ്ട പല കാര്യങ്ങൾ ചെയ്യാൻ അവരശ്രദ്ധരാവുകയോ അല്ലെങ്കിൽ അവരുടെ മാനസിക പിരിമുറുക്കം കൊണ്ട് ചെയ്യാൻ മുന്നോട്ട് വരാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാവാം. ആ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരാൾ മരിച്ചാൽ ആദ്യമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, മരണം ഉറപ്പായി കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, പ്രഥമമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നമ്മൾ നിർവഹിച്ചാൽ മയ്യത്തിനെ തുടർന്നുള്ള കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കാരം, അതുപോലെ മറമാടലൊക്കെ സുഗമമാവും. അതിന് ആദ്യമായി ചെയ്യേണ്ടുന്നത് നമ്മളൊക്കെ പഠിച്ചതുപോലെ കണ്ണ് ചിമ്മി അടക്കുക എന്നതാണ്. അതല്ലെങ്കിൽ അത് വൃത്തിഹീനമായി മുകളിലേക്ക് നോക്കി അങ്ങനെ കണ്ണ് മിഴിച്ചു കിടക്കുന്ന, ഭയപ്പെടുത്തുന്ന രൂപത്തിൽ കിടക്കുന്നത് കാണാൻ കഴിയും. രണ്ടാമത്തത്, ഇനി ആരെങ്കിലും അടച്ചിട്ടും അടയാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ ആ മയ്യത്തിൻ്റെ തോളിന്മേൽ രണ്ട് കൈകൊണ്ട് പിടിക്കുകയും ഒരാൾ കാൽഭാഗത്ത് നിന്ന് തള്ളവിരൽ പിടിച്ച് വലിക്കുകയും ചെയ്താൽ, രണ്ട് ഭാഗത്തുനിന്നും അവിടെ ഇവിടെയും നിന്ന് വലിച്ചാൽ കണ്ണ് സ്വാഭാവികമായിട്ടും അടയും. അങ്ങനെ കണ്ണ് തിരുമ്മി അടക്കാവുന്നതാണ്. രണ്ടാമത് ചെയ്യേണ്ടത് താടി കെട്ടുക എന്നതാണ്. വാ പൊളിഞ്ഞിരിക്കും എന്ന് മാത്രമല്ല, ശരീരത്തിൻ്റെ എല്ലാ ദ്വാരങ്ങളും തുറക്കും എന്നതാണ് ആ സമയത്ത്. അതുകൊണ്ട് താടി കെട്ടുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അസ്വസ്ഥമാകുന്ന ഒന്നും വരാതിരിക്കാൻ ചെവിയുടെ ഭാഗത്ത് ആ കെട്ടുന്ന തുണ്ട് അവിടെ കീറി ചെവി പുറത്തേക്കാകുന്ന രൂപത്തിൽ ഇടൽ നന്നായിരിക്കും. ആ രൂപത്തിൽ താടി കെട്ടലാണ് പിന്നെ ചെയ്യേണ്ടത്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടതാണ് ശരീരത്തിൻ്റെ എല്ലാ കെണുപ്പുകളും മയപ്പെടുത്തുക എന്നത്. അരഭാഗം മുതൽ എല്ലാ ഭാഗങ്ങളും, കാല്, മുട്ട്, തുട, വിരലുകൾ, അതുപോലെ എല്ലാ കൈയുടെയും എല്ലാം പിടലി വരെ അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി ആ കെണുപ്പുകളെ മയപ്പെടുത്തും. ഒരു 3 പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ആ മയ്യത്തിൻ്റെ ആ കെണുപ്പുകളൊക്കെ ലൂസാവുകയുള്ളൂ. അതാണ് കുളിപ്പിക്കാനും മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നതിനും അത് എളുപ്പമാവുകയുള്ളൂ. ഇത് പലരും ചെയ്യാതെ അശ്രദ്ധമായി പോകുന്ന കാരണത്താൽ ഉണങ്ങിയ മീൻ പോലെ, വടി പോലെ ഇരിക്കുന്ന ഒരവസ്ഥ മയ്യത്ത് കുളിപ്പിക്കാനെടുക്കുന്ന സമയത്ത് അനുഭവപ്പെടാറുണ്ട്. അതൊരിക്കലും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാലാമത്തത്, ആ മയ്യത്തിൻ്റെ ശരീരത്തിൽ ഇപ്പോഴുള്ള വസ്ത്രങ്ങളെല്ലാം മാറ്റി നല്ലൊരു വസ്ത്രം കൊണ്ട് ശുദ്ധിയാക്കിയതിന് ശേഷം, ശുദ്ധമായ നല്ലൊരു വസ്ത്രം കൊണ്ട്, വേസ്റ്റുകളൊക്കെ മാറ്റിയതിന് ശേഷം നല്ലൊരു വസ്ത്രം കൊണ്ട് മൂടുക. ഔറത്ത് മറയുന്ന നേരിയ വസ്ത്രം കൊണ്ട്. അതുപോലെ മയ്യത്തിൻ്റെ പള്ളയിൽ ഒരു ചെറിയ ഭാരം വെക്കുക. ആ ഭാരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് വയറ് വീർക്കാതിരിക്കാനും അഴുക്കൾ പുറത്തേക്ക് പോകാനുമൊക്കെ സഹായിക്കുന്നതാണ്, മറന്നു പോകരുത്. അതുപോലെ ഉയർന്ന ഒരു സ്ഥലത്ത് വിരിപ്പോ പായയൊന്നുമില്ലാതെ മയ്യത്തിനെ കിടത്തുക, കിബിലക്ക് നേരെ കിടത്തുക. ഇപ്പോൾ സാധാരണ നമ്മൾ കിടത്തുന്നത് പോലെ കിഴക്ക് ഭാഗം തലയും കാൽഭാഗം പടിഞ്ഞാറും വരുന്ന രൂപത്തിൽ, മുഖവും ഉള്ളൻ കാലും കിബിലക്ക് വരുന്ന രൂപത്തിൽ തലയിണ വെച്ചുകൊണ്ട് മയ്യത്തിനെ കിടത്തുക.